വൃന്ദാവനം അതങ്ങ് നോർത്തിൽ മാത്രല്ല ഇവിടെ സൗത്തിലും ഉണ്ട്. അതെ, നമ്മുടെ തൃശ്ശൂര് കൈപ്പറമ്പ് ശ്രീ ശ്രീ രാധാ വൃന്ദാവനകൃഷ്ണ ടെമ്പിൾ. ഇന്ന് അവിടെ ഒരു പ്രത്യേകത ദിവസമാണ്. എന്താ വെച്ചാല് ഇന്ന് രഥയാത്രയാണ്. ഭഗവാൻ കൃഷ്ണൻ സഹോദരായ ബലദേവന്റെയും സുഭദ്രയുടെയും ഒപ്പം തന്റെ രഥത്തില് ഭക്തന്മാരെ കാണാൻ വരുന്ന ദിവസം എന്ന് പറയണേ. ശരിക്കും ജഗന്നാഥ രഥയാത്ര എന്താണ്? അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. എന്ന് വെച്ചാല് ഒറീസയിലെ പുരി എന്ന സ്ഥലത്ത് ജഗന്നാഥ ടെമ്പിൾ ഉണ്ട്. ഇവിടെ നിന്ന് ജഗന്നാഥും ബലദേവും സുഭദ്രയും കൂടിയിട്ട് അമ്മ വീട്ടിലേക്ക് നിൽക്കാൻ പോയി. അവിടെ എത്തിയപ്പോ ജഗന്നാഥിനാണെങ്കിൽ പനി പിടിച്ചു. അങ്ങനെ 15 ദിവസം അവിടെ കിടന്നു. അത് കഴിഞ്ഞ് പനിയൊക്കെ മാറി തിരിച്ചു വന്നപ്പോണ്ടടാ ലക്ഷ്മി ദേവി നല്ല കലിപ്പില് ലക്ഷ്മി ദേവിനെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പിന്നെ പിണക്കായി പരിഭവമായി. അങ്ങനെ ജഗന്നാഥിനെ പുറത്താക്കി ബലദേവനും സുഭദ്രനും അകത്താക്കി ലക്ഷ്മി ദേവി വാതിലടച്ചു. ജഗന്നാഥ് അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാല് കുറെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ല, ഇവരെന്നെ കൊണ്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ദേവിക്ക് ഇഷ്ടമുള്ള രസഗുളയൊക്കെ കൊടുത്ത് ഒരു വിധത്തിൽ വാതിലൊക്കെ തുറന്ന് അവര് ഉള്ളിൽ കയറി. ഈ കഥയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴും അവിടെ രഥയാത്ര നടക്കുന്നത്. ഒറീസയിൽ പോകാൻ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളും ആഘോഷിച്ചു ജഗന്നാഥ രഥയാത്ര.